അസ്സലാമലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് വന്നതാണ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റുന്ന നല്ലൊരു ഫേസ് ക്രീം അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് ചെയ്യാമോ എന്നുള്ളത്. അതായത് ഇപ്പൊ നല്ല ചൂടാണല്ലേ. നമുക്ക് വീട്ടിന്റെ അകത്തിരുന്നാൽ പോലും നമ്മൾ നന്നായിട്ട് വിയർക്കും. നല്ല ചൂടാണ്. സ്കിന്നൊക്കെ വല്ലാതെ ഡള്ളാവും. പുറത്തിറങ്ങിയാൽ പിന്നെ പറയണ്ട, സൂര്യപ്രകാശത്തിന്റെ ഇതും പിഗ്മെന്റേഷൻ വരും. മെലാസ്മയുടെ സ്റ്റാർട്ടിങ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ വരും. അതായത് പുറത്ത് അത്രയും ചൂടാണ്, നമുക്ക് സ്കിന്നിന് താങ്ങാൻ പറ്റാത്ത ചൂടിലോട്ട് ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സ്കിന്നിനെ നമുക്ക് സേവ് ചെയ്ത് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് നമ്മൾ ബ്രൈറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് ക്രീമാണ് അല്ലെങ്കിൽ ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ തക്കാളി തന്നെയാണ്. വീട്ടിലുള്ള സാധാരണ രണ്ടോ മൂന്നോ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് അതായത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ പോലും തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും പോയ ആളായിരിക്കില്ല തിരിച്ചു വരുന്നത്. അത്രയും വ്യത്യാസം നമ്മുടെ ഫേസിൽ വരും. പക്ഷെ വീട്ടിൽ വന്നാൽ തന്നെ നമുക്ക് ഇതിനൊക്കെ റെമഡി ഉണ്ട്. നമ്മൾ കിച്ചണിൽ തന്നെ റെമഡി ഉണ്ട്. വളരെ എക്സ്പെൻസീവ് ഒന്നുമല്ല, ഒരു 5-10 രൂപ മാത്രം ചിലവാക്കിയാൽ മതി. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള റെമഡി നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിനി വീഡിയോയിലൂടെ പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ള 2 വലിയ പഴുത്ത തക്കാളിയാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളി എടുക്കാം. അത് ചെറുതായിട്ട് അരിയുക. നമ്മൾ അരിയുമ്പോൾ ഈ അകത്തെ കുരുവും ആ വെള്ളം ഒന്നും കളയരുത്. അതോടുകൂടി കിട്ടണം. വെള്ളം ഒന്നും ചേർക്കാതെ നല്ല കട്ടിക്ക് തന്നെ അരച്ചിട്ട് അരിച്ചെടുക്കുക. നല്ലൊരു അരിപ്പ യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലോർ ആണ്. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിച്ചു വെച്ച 1-2 പ്രാവശ്യം അരിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഒരുമിച്ച് ഒഴിച്ചതിന് ശേഷം ഈ സമയം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യരുത്. ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈ 3 ഇൻഗ്രീഡിയൻറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. അല്ലെങ്കിൽ കോൺഫ്ലോർ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. നമുക്കിതുമായിട്ട് ആ ഒരു ജ്യൂസുമായിട്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ ഇതൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടും. നമുക്ക് ഈ ഒരു സൺ ടാൻ ഒക്കെ വരുന്ന ഭാഗത്തൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരും. കുറുകി വരുമ്പോഴത്തേക്കും ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ജെല്ലൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കും നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടുമ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയും കുറുകിയാൽ മതി. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ വിന്നർ ആരാന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വിന്നർ ആരാന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടും കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒന്നും പറയാനില്ല, കാരണം ഇത്രയും ഞാൻ പ്രതീക്ഷയല്ല ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷേ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സിറമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനും അത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഏകദേശം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ 500 കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിന്നർ ആയത് ആരാന്ന് നോക്കാം. നമ്മൾ ഓരോ വീഡിയോസിൽ നിന്ന് ഓരോ വിന്നറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ വിന്നർ ആരാന്ന് നമുക്ക് നോക്കാം. റുക്സാന നബീലാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വിന്നർ ആണോന്നുണ്ടെങ്കിൽ മറ്റൊന്നുമില്ല, നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിൻ്റെയും ഗ്രൂപ്പുകളിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു വിന്നറിന് നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എനിക്ക് എത്രയാണോ പേയ്മെൻറ്റ് കിട്ടുന്നത് അതിൻ്റെ ഒരു വിഹിതം നിങ്ങളിലോട്ടും എത്താൻ വേണ്ടി, കാരണം നിങ്ങൾ വഴിയാണ് എനിക്ക് ഒരു ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ കാണുന്ന നിങ്ങൾക്കും ആ ഒരു പേയ്മെൻറ്റ് കിട്ടാനാണ് ഇങ്ങനെ ഒരു രീതി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കല്ലാതെ ഈ കമൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പാടാണ്. അപ്പോൾ മാക്സിമം ഷെയർ പോകുന്നവരിൽ നിന്നായിരിക്കും റാൻഡമായിട്ട് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വിന്നർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. അതിലോട്ടായിരിക്കും ഞാൻ പൈസ ഇട്ട് തരുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പ്യൂരി നല്ലതുപോലെ ഇവിടെ തണുത്തിട്ടുണ്ട്. ആ ഒരു ടൊമാറ്റോ പ്യൂരി നമ്മൾ കുക്ക് ചെയ്തെടുത്ത് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്ന അപ്പൂൻ്റെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇട്ട് കാണിക്കാൻ പറഞ്ഞ് എൻ്റെ ഫേസിൽ ഇട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാനല്ലാതെ വേറൊരാൾക്കും കൂടെ ട്രൈ ചെയ്ത് കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പൂനിട്ട് കാണിക്കുന്നത്. നമുക്ക് കുഞ്ഞു കുട്ടികൾക്കും യൂസ് ചെയ്യാം. അപ്പൂനിപ്പോൾ 9 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ കയ്യിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണങ്ങാനായിട്ടൊരു 15-20 മിനിറ്റ് മാക്സിമം അത്രയും വെച്ചാൽ മതി. നല്ലപോലെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ എൻ്റെ ഫേസിലും ഇട്ടിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് സൈഡിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് റിസൾട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത്രയ്ക്ക് കളർ ഡിഫറൻസ് ഒരു 2-3 ഷെയ്ഡാണ് കൂടിയിട്ടുള്ളത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൊമാറ്റോ ഫേസ് പാക്ക് അല്ലെങ്കിൽ ടൊമാറ്റോ ഫേസ് ക്രീം എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.